ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 21. ബാഹ്യസ്പർശേഷ്വസക്താത്മാ വിന്ദത്യാത്മനീയ സുഖം സബ്രഹ്മയോഗയുക്താത്മാ സുഖമക്ഷയമശ്നുതേ. ബാഹ്യങ്ങളായ വിഷയസ്പർശങ്ങളിൽ ആസക്തിയില്ലാത്തവൻ ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ അത് നേടുന്നു. ബ്രഹ്മയോഗയുക്താത്മാവായ അയാൾ നാശരഹിതമായ സുഖത്തെ നേടുന്നു. അപ്പൊ ബാഹ്യസ്പർശങ്ങളിൽ ആസക്തിയില്ലാത്ത യുക്താത്മാവ് നാശമില്ലാത്ത സുഖത്തെയാണ് നേടുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ബാഹ്യമായ ഇന്ദ്രിയങ്ങളാൽ സ്പർശിക്കപ്പെടുന്നത് കൊണ്ട് വിഷയങ്ങളെ സ്പർശങ്ങൾ എന്ന് പറയുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം സ്പർശങ്ങളാണ്. ഈ വിഷയങ്ങളിൽ നാം സുഖബുദ്ധിയെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു, ഇത് കിട്ടിയാൽ കൊള്ളാമല്ലോ, ഇതെനിക്ക് സുഖം തരുമല്ലോ. അങ്ങനെ അവയെക്കുറിച്ചുള്ള കാമസങ്കല്പങ്ങളാൽ നമ്മൾ അടിമയാകുന്നു, ബദ്ധരാകുന്നു. വീണ്ടും വീണ്ടും എത്ര ലഭിച്ചാലും മതിവരാത്ത ഒരു പരക്കം പാച്ചിൽ അതിലേക്ക് ഉണ്ടാകുന്നു. ഒരിക്കലും ഇന്ന് വരെ മതി എന്നൊരു നാവും വിഷയാസ്വാദനത്തിൽ പറഞ്ഞിട്ടില്ല. തൃപ്തി എപ്പോഴും ആത്മതൃപ്തിയിലാണ്. ആത്മതൃപ്തശ്ച മാനവ. എന്നാൽ വിഷയങ്ങളിൽ താൽക്കാലികമായി അതിൽ സുഖം ഇല്ലെന്ന് പറഞ്ഞില്ല. ആ സുഖം വാസ്തവത്തിൽ തൻ്റെ തന്നെ സുഖത്തിൻ്റെ പ്രതിഫലനങ്ങളാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ആ തുച്ഛമായ സുഖത്തിൻ്റെ പിന്നാലെ പോകുന്നു. ആ സുഖത്തിന് എന്താ കുഴപ്പം? അതിൽ ദോഷത്തോടു കൂടിയ സുഖമാണ്. സുഖം അനുഭവിക്കുന്ന വേളയിലും ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന ദുഃഖത്തെ ഓർത്ത് ആ സുഖവും തനിക്ക് അനുഭവിക്കാൻ വയ്യ. വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന സുഖം തൻ്റെ തന്നെ സുഖമാണെന്ന് തിരിച്ചറിയാത്ത കാലത്തോളം ഒരിക്കലും വിഷയസുഖങ്ങൾ അയാൾക്ക് തൃപ്തി നൽകുന്നില്ല. എന്നാൽ വിഷയങ്ങളിലേക്ക് പോവാതിരിക്കുകയുമില്ല ഇന്ദ്രിയങ്ങൾ. കാരണം സൃഷ്ടി അങ്ങനെയാണ്. ഉപനിഷത്തിൽ പറയും, പരാഞ്ചികാനി വിതൃണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതിനാന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ. ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായിട്ടാണ് സ്വയംഭൂ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പുറമേയുള്ളതിനെ കാണുന്നു, തൻ്റെ അന്തരാത്മാവിനോട്ട് കാണുന്നുമില്ല. എന്നാൽ വിശേഷബുദ്ധിയുള്ള ഏതോ ഒരു ധീരൻ, അമൃതത്വത്തെ ഇച്ഛിക്കുന്ന ധീരൻ, അമൃതത്വം മോക്ഷം, മരണധർമ്മത്തിനുപരി നമ്മെ എത്തിക്കുന്നത് ഏതോ അതാണ് മോക്ഷം. ആ മോക്ഷത്തെ ഇച്ഛി ജന്മലക്ഷ്യത്തെ അറിയുന്ന, മനുഷ്യജന്മ ലക്ഷ്യത്തെ ബോധിച്ച ഒരാള്, ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ബോധിച്ച ഒരാള്, അങ്ങനെയുള്ള ഏതോ ഒരു ധീരൻ, എല്ലാവരും ഇല്ല, കശ്ചിത് ധീര, അങ്ങനെയുള്ള ഒരാള് ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കാൻ പരിശ്രമിക്കുന്നു. ധീരൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ധീരൻ സാഹസികനോ അവിവേകിയോ ആണ്. സംസ്കൃതത്തിലെ ധീരൻ എന്ന് പറഞ്ഞാൽ ധിയം ജാതീതി ധീരൻ എന്നാണ്. വിവേകി, ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവൻ, വൈകാരികമായി പ്രവർത്തിക്കുന്നവനല്ല, വൈചാരികമായി പ്രവർത്തിക്കുന്നവൻ, എപ്പോഴും വിചാരത്തിനെ കൂട്ടുപിടിക്കുന്നവൻ, വിവേകത്തെ കൂട്ടുപിടിക്കുന്നവൻ, വശത്താൽ പരക്കം പായുന്നവനല്ല. ബാഹ്യമായ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഓടുന്നവരൊക്കെ വൈകാരികമായിട്ടാണ് ഓടുന്നത്, വികാരവിവശരായിട്ട്. അത് താൽക്കാലികമായി ശാന്തിയെ നൽകുമെന്ന് തോന്നും, പക്ഷേ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അയാൾക്ക് അന്യമാണ്, ലഭിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഓടാൻ തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതോ ഒരു ധീരൻ ഇന്ദ്രിയങ്ങളെ അന്തർമുഖങ്ങളാക്കിയിട്ട് ആത്മാവിനെ ദർശിച്ചു. ഇത് വളരെ ശ്രദ്ധേയമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ അഖിലവും പുറമേക്ക് സഞ്ചരിക്കും വിധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അതിനാൽ ആ ബാഹ്യ വിഷയങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്ന ആ ഇന്ദ്രിയങ്ങളെ തിരിച്ചു പിടിക്കണം. അതിനെ അന്തർമുഖങ്ങളാക്കണമെങ്കിൽ എന്ത് വേണം? ജപധ്യാനങ്ങളിലൂടെ വേണം അതിനെ പിന്തിരിപ്പിക്കാൻ. അപ്പൊ ജപം ധ്യാനമൊക്കെ നിത്യവും ചെയ്യുന്ന ആൾക്കാരൻ നിത്യം പറയാറുണ്ട്, ജപത്തിൽ ഉറക്കുന്നില്ല, ധ്യാനം ഉറക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഉറക്കാത്തത്? അയാളുടെ അന്ധകരണം വിഷയങ്ങളുടെ പിന്നാലെ ഓടുകയാണ്, വിഷയാകാര വൃത്തിയെ സ്വീകരിക്കുകയാണ്.
ആ വിഷയാകാര വൃത്തി കുറയുന്നതിനനുസരിച്ച് ധ്യാനം ഉറയ്ക്കും. ധ്യാനം ഉറയ്ക്കുന്നതിനനുസരിച്ച് വിഷയങ്ങളിലേക്കുള്ള പോക്കും തടയപ്പെടും. പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ഒന്നിച്ചിരിക്കില്ല. രാത്രിയും പകലും ഒന്നിച്ചിരിക്കില്ല. പകല് വരുമ്പോൾ രാത്രി ഇല്ലാതാവും. അതുപോലെ ധ്യാനം എന്നാണോ ഉറയ്ക്കുന്നത് അന്ന് അയാളുടെ വിഷയങ്ങളിലേക്കോട്ട് പോവുകയില്ല. എന്താ ഉറയ്ക്കാത്തത്? അത് വിഷയങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ വിഷയത്തിലുള്ള നശ്വരതയെക്കുറിച്ച് നിരന്തരമായ വിചാരം ചെയ്യണം. എന്താ ഇപ്പം ഞാൻ പോകുന്ന വിഷയത്തിലേക്ക് എനിക്കുള്ളത്? ആ വിഷയത്തിൻ്റെ നശ്വരതയെ, അതിൻ്റെ ദുഷ്ടസ്ഥിതിയെ, അതിനെയൊക്കെ നല്ലോണം നിരൂപണം ചെയ്യാൻ വിവേചന സാമർഥ്യമുള്ളവർക്ക് സാധിക്കും. അത് ഇനിയിപ്പോൾ സ്ത്രീ പുരുഷാദി വിഷയങ്ങളോ ധനപ്രാപ്തിയോ സ്ഥാനമാനങ്ങളോ എന്തോ ആവട്ടെ, അതിൻ്റെ യഥാതഥമായ ശരിയായ സ്വരൂപത്തെ വിചാരം ചെയ്യാം. അതെന്താ അപ്പം കിട്ടാൻ പോണത്? അതിൽ സുഖം ഇരിക്കുന്നുണ്ടോ? അതോ തൻ്റെ സങ്കല്പം മാത്രമാണോ അതിൻ്റെ സുഖം? ഇങ്ങനെ വിചാരം ചെയ്ത് അതിൻ്റെ നിസ്സാരതയും ദോഷവും ബോധിച്ചു കഴിഞ്ഞാൽ, ദോഷം ബോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ രതി ഉണ്ടാവുന്നില്ല. പ്രദൃശ്യതേ വസ്തുനി എത്ര ദോഷോ നതത്ര പുംസോസ്തി പുനഃപ്രവൃത്തി എന്ന് സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹത്തിൽ പറയും. ഏത് വസ്തുവിലാണോ ദോഷം പ്രദർശിപ്പിക്കപ്പെടുന്നത് ആയതിൽ മനുഷ്യന് വീണ്ടും പ്രവൃത്തി ഉണ്ടാവുകയില്ല. നല്ലൊരു പാൽപ്പായസം എനിക്ക് കിട്ടി, ഞാനത് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിലൊരു പല്ലി വീണ് ചത്തിട്ട് കിടക്കുന്നുണ്ട്, ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇനി ആ പായസം എനിക്ക് വേണ്ട. ഇതുപോലെ കൊള്ളാമല്ലോ എന്ന് തോന്നുന്നതിൽ ദോഷദൃഷ്ടി വരുമ്പോൾ അത് തീർത്തും സ്വാഭാവികമായും തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ എന്താകുന്നു? താൻ തന്നിലേക്ക് തിരിച്ചു വരുന്നു. അത്ര കാലത്തോളം, അത് വരാത്ത കാലത്തോളം ബാഹ്യ വിഷയങ്ങളിൽ കൊരുക്കപ്പെട്ടു പോകുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുന്നില്ലെന്ന് നടിച്ചത് കൊണ്ടോ അതിനെ അടക്കി വെച്ചത് കൊണ്ടോ കാര്യമില്ല. പോയിട്ട് അതിനെ വിചാരം ചെയ്യാൻ തൻ്റെ ബുദ്ധിക്ക് കഴിയണം. വിവേചന സാമർഥ്യം ഉണ്ടാകണം. അങ്ങനെ വിവേചനം ചെയ്ത് വിലയിരുത്തിയിട്ട് അതിൻ്റെ മിഥ്യാത്വത്തെ ബോധിച്ചിട്ട്, അതിൻ്റെ നശ്വരതയെ ബോധിച്ചിട്ട് അങ്ങനെ വേണം തന്നെ ആത്മാ അനുസന്ധാനത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ. അങ്ങനെ ബ്രഹ്മയോഗയുക്താത്മാവ്, അങ്ങനെയുള്ള വ്യക്തി, ബ്രഹ്മത്തിലുള്ള യോഗമാണ് ബ്രഹ്മയോഗം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള നിരന്തരമായ അനുഷ്ഠാനങ്ങളിലൂടെ ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം തീർത്തും നിവർത്തിതമായ അന്ധകരണത്തിൻ്റെ കേവലമായ കലർപ്പില്ലാത്ത ആത്മാകാര സ്ഥിതിയെ പ്രാപിക്കുന്നു. അതിനെയാണ് ഇവിടെ യോഗയുക്താത്മാവ് എന്ന് പറയുന്നത്. യോഗം എന്നാൽ ചിത്തവൃത്തികളുടെ സമ്പൂർണമായ നിരോധം. ചിത്തവൃത്തികൾ വിഷയങ്ങളിലേക്ക് പോകാതെ നിവാതവത് ദീപം പോലെ, ഏകധാരയായി ജ്വലിക്കുന്ന ദീപം പോലെ തന്നിൽ തന്നെ താനായിട്ടിരിക്കുന്ന സ്ഥിതിവിശേഷത്തെ, അതിനെ പ്രാപിക്കുക. അതാണ് യോഗ ചിത്ത വൃത്തി നിരോധ എന്ന് യോഗസൂത്രം പറയുന്നത്. അത് അനുഭവിക്കുമ്പോൾ അയാൾ അക്ഷയമായ സുഖം അനുഭവിക്കുന്നു. തന്നിലാണ് സുഖം എന്നറിയുന്നു. ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു. ആത്മാനന്ദത്തെ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊന്നിലും അയാൾ തുച്ഛമായ ഒരു സുഖത്തെയും അയാൾ പരിഗണിക്കുന്നില്ല. അങ്ങനെ യോഗയുക്താത്മാവിൻ്റെ അക്ഷയമായിരിക്കുന്ന നശിക്കാത്ത ആനന്ദസ്ഥിതിക്ക് പറയുന്ന പേരാണ് മുക്തി എന്ന് പറയുകയാണ്. അല്ലാതെ അയാൾ എവിടെയും പോവുമൊന്നും വേണ്ട, ഇവിടെ തന്നെ അയാൾ ആനന്ദം ആയിട്ടിരിക്കുകയാണ്. ഏത് വിഷയങ്ങൾ വന്നോട്ടെ പോയിക്കോട്ടെ, ആര് വന്നോട്ടെ പോയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അയാൾക്ക് ആനന്ദത്തിനൊരു കോട്ടവുമില്ല. ഇപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ചിലർക്ക് തോന്നിയേക്കാം, അങ്ങനെയുള്ള ഒരു ബ്രഹ്മനിഷ്ഠന്റെ ഹൃദയം വല്ല കല്ലുപോലെ കഠിനമല്ലേ, ആരോടും പ്രത്യേകിച്ചൊരു സ്നേഹമില്ല, ആരോടും പ്രത്യേകിച്ചൊരു ദേഷ്യമില്ല, അങ്ങനെയുള്ള സഹജീവികളുടെ ഹൃദയസ്പന്ദനങ്ങളൊന്നും അറിയാനോ അവയോട് പ്രതികരിക്കാനോ വയ്യാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് അയാൾ എന്നൊക്കെ ബ്രഹ്മനിഷ്ഠനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അയാൾ മറ്റാരേക്കാളും ഈ ലോകത്തെ അറിയുന്ന ആളാണ്. പക്ഷെ ആദ്യം തന്നെ കുറിച്ച് അറിയുന്നു,
തന്നെ അറിയുന്നവൻ എല്ലാറ്റിനെയും താനായി അറിയുന്നു. തൻ്റെ സുഖവും തൻ്റെ ആനന്ദവും തന്നെയാണ് എല്ലാവരുടെയും ആനന്ദം എന്ന് അയാൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അയാള് ബാക്കിയുള്ള ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ നശ്വരങ്ങളാണെങ്കിലും ആ നശ്വരങ്ങളായ സുഖങ്ങളിലേക്ക് പോകേണ്ടവരെ അയാള് നിർബന്ധിച്ച് തിരിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ ബ്രഹ്മാനന്ദം അനുഭവിച്ചോളൂട്ടോ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതിൽ തന്നെ നിബന്ധരാക്കിയിട്ട് അതിൻ്റെ നശ്വരതയെ വിവേചന സാമർഥ്യം ഉള്ളവരാക്കി തീർത്ത് അവരെ തിരിച്ചറിയിപ്പിച്ചിട്ട് അവർ സ്വയമേവ തിരിച്ചു വരണം. അല്ലാതെ ഈ ലോകത്തുള്ള സർവ്വ വിഷയങ്ങളും നശ്വരങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അനുഭവിക്കണ്ട, ഇങ്ങോട്ട് വരൂ, ആത്മാനന്ദം അനുഭവിക്കൂ എന്നല്ല അയാൾ പറയുന്നത്. സാധനാനിഷ്ഠനായിട്ട് ധ്യാനം പരിശീലിച്ചിട്ട് അതിലൂടെ തൻ്റെ ഏകാഗ്രമായ ചിത്തം കൊണ്ട് വിഷയങ്ങളിലുള്ള നശ്വരതയെ ശരിക്കും ബോധിച്ചിട്ട് തിരിച്ചു വരൂ. ബോധിക്കാൻ എന്ത് വേണം? അവയൊക്കെ അതിലൊക്കെ സുഖമുണ്ടെന്നുള്ള തോന്നലുള്ള കാലത്തോളം അവയിലേക്ക് വിവേകപൂർവം പോയിട്ട്, വികാരപൂർവമല്ല വിവേചന സാമർഥ്യത്തോടു കൂടി പോയി അതിനെ വിലയിരുത്താനുള്ള സാമർഥ്യത്തെ ബോധിപ്പിച്ചിട്ട് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതമായ ശാന്തിയിലേക്ക്, അത് തന്നിൽ താനായി അറിയുമ്പോഴേ ഉള്ളൂ എന്നുള്ളതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രേരണയായിട്ടാണ് അങ്ങനെയുള്ള തത്വജ്ഞാനികൾ നിലകൊള്ളുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരുടെ മാർഗത്തെ താൻ വ്യതിചലിപ്പിക്കുന്നില്ല. പോണ്ടോരെ അതിലേക്ക് പോട്ടെ, പക്ഷെ വൈകാരികമായിട്ടാവരുത്, വൈചാരികമായിട്ടാവണം. അതിന് ആ വിചാര ദിശയെ ശരിയാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ പോയിട്ട് ആലോചിക്കൂ, നീ ചിന്തിക്കൂ, അതിലെന്താണുള്ളതെന്ന് ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചിട്ട് അതിൻ്റെ രണ്ട് വശങ്ങളെയും ശരിക്കറിയൂ. എന്നിട്ട് ആ ദോഷത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിലേക്ക് പോവില്ല. അതുകൊണ്ട് ആത്മാനന്ദത്തിലേക്ക്, ശരിക്കും ആനന്ദം തൻ്റെ ആനന്ദം തന്നെയാണ്. ആ ആനന്ദമാണ് വിഷയങ്ങളിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന തുച്ഛമായ സുഖമെന്ന് തിരിച്ചറിയുമ്പോൾ താൻ സ്വയമേവ അതിൽ നിന്ന് മടങ്ങും. അങ്ങനെ അയാള് ഈ ധ്യാനത്തിലൂടെ മനോബുദ്ധികളെ വിഷയങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ പ്രേമപൂർവം പരമാത്മാവിൽ ഉറപ്പിച്ചാൽ അനശ്വരമായ ആനന്ദം അനുഭവിക്കാം. ഇതിന് വിപരീതമാണെങ്കിൽ വിഷയസുഖം ക്ഷണികവും ദുഃഖഹേതുകവുമാണെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് ഒരു ചൂണ്ടുപലകയായി ഇങ്ങനെയുള്ളവർ നിലകൊള്ളുന്നു. അതൊരിക്കലും അതിന് പിന്തിരിപ്പിക്കുന്നത് പെട്ടെന്നുള്ള പിന്തിരിപ്പിക്കലല്ല. അതൊക്കെ മോശമാണ്, വിഷയങ്ങളിലൊന്നും സുഖമില്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കലല്ല. അത് ഗുണമല്ല, ദോഷമാണ്. അതൊക്കെ അനുഭവിക്കട്ടെ, അനുഭവിച്ചിട്ട് ഇതൊക്കെ അത്രയേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട്, അത് ക്ഷണികവും ദുഃഖഹേതുവുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാൾ സ്വയമേവ പിന്മടങ്ങി വരും. അതിനായിട്ടുള്ള ശ്ലോകമാണിത്.